ഹായ് ഹലോ. നമ്മുടെ കേരളത്തിലുടനീളെ നമ്മുടെ പ്രാദേശിക തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മുന്നോടിയായിട്ടുള്ള സ്ത്രീ സംവരണം 50% സ്ത്രീ സംവരണം ആയതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം നടന്നു കഴിഞ്ഞു. പക്ഷേ കുറേ സ്ഥാനാർത്ഥികൾ, പ്രത്യേകിച്ച് 50% സ്ത്രീ സംവരണം ആയതുകൊണ്ട് തന്നെ വുമൺ കാൻഡിഡേറ്റിനെ കിട്ടാനില്ല. പലരും ഇപ്പം അന്വേഷണത്തിലാണ്, പല രാഷ്ട്രീയ പാർട്ടികളും. അപ്പോൾ എന്തായാലും സ്ത്രീ സംവരണം 50% ആയതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഒരു കാൻഡിഡേറ്റ് എവിടെ കിട്ടും എന്നുള്ള ആലോചനയിലും അല്ലെങ്കിൽ അത് അന്വേഷിച്ചുള്ള നടപ്പിലൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പൊതുരംഗങ്ങളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗങ്ങളിൽ സ്ത്രീകൾ എത്രമാത്രം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു നേതാവായിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിൽ താല്പര്യം കാണിക്കുന്ന സ്ത്രീകൾ എത്രമാത്രം ഉണ്ടെന്ന് ഈ ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്കറിയാം. വളരെ ചുരുക്കമുള്ളൂ. പക്ഷേ മറ്റുള്ള കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറെ ബെറ്ററാണ് നമ്മുടെ കേരളം. നമുക്കറിയാം, അയൽക്കൂട്ടം, കുടുംബശ്രീ, അല്ലെങ്കിൽ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ തന്നെ അവരൊരു സൊസൈറ്റി ആയിട്ട് മാറി അതിൻ്റെ കാര്യങ്ങളെല്ലാം നടത്തിപ്പും അതിൻ്റെ ആ ഒരു പ്രവർത്തനങ്ങളെല്ലാം സ്ത്രീകൾ തന്നെ ചെയ്യുന്ന ഒരവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉടനീളം ഉണ്ടത്. പക്ഷേ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പൊതുരംഗം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ രംഗത്തിലോട്ട് ഒരു നേതാവായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രവർത്തകയായിട്ടോ ഒരു സ്ത്രീ കടന്നു വരുന്നതിന് കുറച്ച് ധൈര്യമൊക്കെ വേണം. അപ്പോൾ ആ ഒരു ധൈര്യത്തോടു കൂടിയായിട്ടുള്ള ആ ഒരു കടന്നുവരവിന് ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പ്രാദേശിക രാഷ്ട്രീയം ആണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പ്രാദേശിക രാഷ്ട്രീയം നമ്മൾ ഒന്ന് അതിലൂടെ ഒന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലും നമ്മൾ ഒരു 10-20 വർഷം അല്ലെങ്കിൽ 30 വർഷത്തോളം കണ്ട് മടുത്ത അവർ തന്നെയാണ് ഇപ്പോഴും പല പ്രാദേശിക രാഷ്ട്രീയത്തിലും നിലനിന്ന് പോകുന്നത്. അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഏറ്റവും അടുത്ത ആളുകളോ അല്ലെങ്കിൽ അവർ ഫാമിലീസോ അല്ലെങ്കിൽ അവരുടെ ഏറ്റവും അടുത്തടുത്തായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൈമാറി കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ള രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു സിറ്റുവേഷനാണ് ഈ രാഷ്ട്രീയ രംഗങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയ രംഗങ്ങളിലെല്ലാം വരുന്നത്. അപ്പോൾ അതിലേക്ക് കൂടുതലും സ്ത്രീകളെ കടന്നു വരിക എന്നുള്ള ഒരു സാഹചര്യം, ഒരുപക്ഷെ സാഹചര്യം തുറന്നിട്ടിട്ടുണ്ടായിരിക്കാം പല രാഷ്ട്രീയ പാർട്ടികളും. അതിലേക്ക് എത്താനുള്ള സ്ത്രീകളുടെ ആ ഒരു താല്പര്യക്കുറവായിരിക്കാം. അപ്പോൾ എന്നിരുന്നാലും കൂടുതലായിട്ടും ഓരോ രാഷ്ട്രീയ പാർട്ടികളും സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ, കമ്മിറ്റികളിൽ അവരെ കൊണ്ടുവരികയും അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളും അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള രീതിയിൽ രാഷ്ട്രീയം സംസാരിക്കാനും മറ്റുള്ള ആളുകളോട് അവരുടേതായിട്ടുള്ള പൊതുപ്രവർത്തനങ്ങൾ നടത്താനുമുള്ള ഒക്കെ ഒരു അവസരം നമ്മുടെ പ്രാദേശിക രാഷ്ട്രീയങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം കിട്ടുന്നതിന് വേണ്ടി കൂടുതലായിട്ട് ഈ പറയുന്ന പ്രാദേശികമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ അവരുടെ കമ്മിറ്റികളിലോ അല്ലെങ്കിൽ അവരുടെ പൊതുവായിട്ടുള്ള ഓരോ പൊതു സമ്മേളനങ്ങളിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ സ്ത്രീകളെ ഉൾപ്പെടുത്തുകയും അങ്ങനെയുള്ള